ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെഡ് റോസസ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. എന്താവും നമ്മളുടെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ ഒരു ഫലം അല്ലേ? നല്ലതാവട്ടെ എല്ലാവർക്കും നല്ലത് വരാൻ ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബൺ മസ്ക ഇറാനി ചായ ഒക്കെ കിടന്നിങ്ങനെ കളിക്കണ്ടല്ലോ. നമ്പർ 1 ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ. അത് നമുക്കൊന്നും ഉണ്ടാക്കിയാൽ എന്താ, നമുക്ക് നോക്കാം അല്ലേ അത് ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുന്നു. അപ്പം ഞാൻ ബണ്ണൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബൺ മസ്കിയും നിങ്ങൾക്ക് ഇറാനി ചായയും കൂടി ഉണ്ടാക്കി തരാം. എല്ലാവരും അത് കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കിക്കൊള്ളോട്ടാ. നല്ല സ്വാദാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം അടുക്കളയിലേക്ക് പോയിട്ട് ബൺ മസ്കിയും ഇറാനി ചായയും ഒക്കെ ഉണ്ടാക്കാം. ട്രെൻഡിങ് ആയ ബൺ മസ്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ബൺ ഇവിടെ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ബട്ടർ എടുക്കാം, കുറച്ച് മിൽക്ക് മെയ്ഡ് എടുക്കാം. ചെറിയ അളവിൽ മതി, കാരണം എന്താ വെച്ചാൽ 2-3 ബണ്ണേ ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇതാ നല്ല ക്രീമി ആയി കേട്ടോ. ഇനി നമുക്ക് ഈ ബണ്ണ ഒന്ന് കട്ട് ചെയ്യണം. നമ്മുടെ ബൺ കണ്ടോ, കട്ട് ചെയ്തു. ഇതിലേക്ക് ഈ ഫില്ലിങ് അങ്ങോട്ട് തേക്കാം. ഇതെല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ലെങ്തി വീഡിയോ ഒന്നല്ല. ഇനി നമുക്ക് അടുത്ത ബണ്ണിലും ഫില്ലിങ് ചേർത്ത് വയ്ക്കാം. നല്ല ക്രീമി ആയിരിക്കണം കണ്ടോ ഈ ഫില്ലിങ്. അപ്പോൾ 4 ബണ്ണിലും കണ്ടോ ഞാൻ നന്നായിട്ട് ക്രീം പരത്തി. അപ്പോൾ ഇവിടെ ബൺ മസ്ക റെഡിയായി. വളരെ സിമ്പിളാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ടോസ്റ്റ് ചെയ്യാം. ഞാനത് ചെയ്യണില്ല. ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാക്കറ്റ് പാൽ എടുത്ത് ആ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഇത് ചായയുടെ ഡിക്കോഷൻ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം. പാലൊരു ഭാഗത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു ഭാഗത്ത് നമ്മൾ ചായപ്പൊടിയും വെള്ളവും കൂടിയിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാനി ചായക്ക് വേണ്ടിയുള്ള പാലിതാ ഇവിടെ തിളച്ചു. ഡിക്കോഷനും ഇവിടെ റെഡി ആയി തുടങ്ങി. അപ്പം നമ്മുടെ ബണ്ണ് ഇപ്പം എന്തായി നമുക്ക് നോക്കാം. ബണ്ണ് ഇതാ കണ്ടോ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചായ ആയിക്കഴിഞ്ഞാൽ രണ്ടും കൂടി കഴിക്കാം. നമ്മുടെ പാലും മിൽക്ക് മെയ്ഡൊക്കെ ഇതാ നല്ല തിക്കായിട്ടുണ്ട്. ഇവിടെ ഡിക്കോഷൻ നല്ല കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിനി ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പം നല്ല ഇറാനി ചായ കണ്ടോ, നല്ല അടിപൊളി ചായ ഇവിടെ റെഡി. എല്ലാവരും ബൺ മസ്കിയും ഇറാനി ചായയും ഒന്ന് ട്രൈ ചെയ്യൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ. അല്ല കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ബൺ മസ്ക ഇഷ്ടപ്പെട്ടോ? ഇറാനി ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ. രണ്ടും വേഗം ഉണ്ടാക്കിക്കോളൂ, സമയം കളയണ്ട. വേഗം എല്ലാവരും അടുക്കളയിലേക്ക് പൊക്കോളൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതിനെന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം ഞാൻ ആശംസിക്കുന്നു.